പ്രിയപ്പെട്ടവരെ, പരപ്പനങ്ങാടി കോവിലകത്തിന്റെ പൈതൃകവും പടിഞ്ഞാറെ അറബിക്കടലിന്റെ സാമീപ്യവും കച്ചവട പാരമ്പര്യവും കൂടാതെ മുനിസിപ്പൽ കോടതിയും റെയിൽവേ സ്റ്റേഷനുമെല്ലാം ഉൾക്കൊള്ളുന്ന പരപ്പനങ്ങാടി നഗരസഭ സമുച്ചയത്തിലേക്കാണ് ഇന്ന് SNM ലിറ്റിൽ ജേർണലിസ്റ്റ് അംഗങ്ങൾ. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്ത് ഉന്നത സ്ഥാനമുള്ള പരപ്പനങ്ങാടി നഗരസഭയെ നിലവിലെ അമരധാരിയായ സുബേദ ടീച്ചറുമായി സംവദിക്കാൻ അവസരം ലഭിച്ചത് SNM ലിറ്റിൽ ജേർണലിസ്റ്റ് അംഗങ്ങളെ ഞങ്ങൾക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. ആദ്യം തന്നെ ഞങ്ങൾക്ക് ഈ ഒരു അവസരം തന്നതിന് ടീച്ചറോട് നന്ദി അറിയിക്കുന്നു. ആദ്യം തന്നെ ഈ ഒരു അവസരത്തിൽ ടീച്ചറുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത എന്താണ്? ഇതില് നിങ്ങളോട് എനിക്ക് വളരെയേറെ അഭിമാനം തോന്നുന്നു. കാരണം ഞങ്ങളെ പോലുള്ള ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയൊരു അവസരം നിങ്ങൾക്ക് കിട്ടിയല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. ഞാൻ സംഘമാണ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പരപ്പനങ്ങാടി നഗരസഭയിൽ സ്ത്രീകളുടെ സാമൂഹിക വിദ്യാഭ്യാസപരമായിട്ടുള്ള വിനോദത്തെ കുറിച്ച് ടീച്ചർ പറയാനുള്ളത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പണ്ടത്തെ പോലെയല്ല, എല്ലാ കുട്ടികളും പഠിക്കുന്ന കൂട്ടത്തിലാണ്. കുറച്ചു കാലം മുന്നേ തീരദേശ മേഖലയിൽ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാം എന്താ പറയാ, ഞങ്ങളൊക്കെ തുല്യതാ ക്ലാസ്സിലൂടെ 4, 7, 10, +1, +2 എഴുതി ഉന്നത വിജയത്തിൽ എത്തിച്ചു. ഇപ്പൊ അതിന്റെ ഡിഗ്രി പോലും തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ തലമുറ കൂടുതലും ഒരാള് പോലും ഇല്ലാതെ നല്ല ഉന്നത വിദ്യാഭ്യാസത്തിലെത്തും. അതുപോലെ തന്നെ അവരുടെ രക്ഷിതാവും അത്ര വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾ ഈ നല്ല നിലയിൽ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകുന്നത്. പാർട്ടി തെരഞ്ഞെടുപ്പിലെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ചെയർപേഴ്സൺ എന്ന ഈ ഒരു ബാലിക ഉത്തരവാദിത്യം സ്വീകരിക്കേണ്ടി വരുമെന്ന് ടീച്ചർ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ട്? ചെയർപേഴ്സൺ ആകുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. കാരണം മത്സരരംഗത്തേക്ക് വരുന്ന സമയത്ത് തീർച്ചയായും ഞാൻ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. കാരണം ഒരു ചെയർപേഴ്സൺ സ്ഥാനം കിട്ടിയപ്പോൾ വളരെയേറെ എന്താ പറയാ, ഒരു പേടിയും ധൈര്യക്കുറവൊക്കെ ഉണ്ടെങ്കിലും കൂടി 25 വർഷം ഞാൻ ജോലി ചെയ്ത ഈ ഒരു മുനിസിപ്പാലിറ്റിയിൽ തന്നെ എനിക്കൊരു ചെയർപേഴ്സൺ ആയി വന്നതിൽ വളരെയേറെ അഭിമാനമില്ല. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായും സാധിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസവും എനിക്കുണ്ട്. മലപ്പുറം ജില്ലയിലെ തന്നെ പ്രധാന കേന്ദ്രമായ പരപ്പനങ്ങാടിയിൽ വർഷങ്ങളായി ഒരു ആധുനിക ബസ് സ്റ്റാൻഡ് ഇല്ല എന്നതൊരു വാസ്തവമാണത്. ചെയർപേഴ്സൺ എന്ന നിലയിൽ ടീച്ചർ എന്തൊക്കെ പദ്ധതികളാണ് ഇതിനുവേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പരപ്പനങ്ങാടിക്കാരുടെ ഏക സ്വപ്നമായിരുന്നു ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ളത്. കുറെ കാലമായി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടന്നു വരികയാണ്, ഏകദേശം ശരിയായി കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ തൊട്ട് ബാക്കിലുള്ള സ്ഥലത്താണ് നമ്മൾ ബസ് സ്റ്റാൻഡ് എടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ക്ഷേമകാര്യ സാമൂഹ്യ വികസന കാര്യങ്ങളിൽ നിങ്ങൾ മുൻതൂക്കം കൊടുക്കുക. പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികളെ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവരെ സംരക്ഷിക്കുക എന്നുള്ളൊരു കാര്യം. അതുപോലെ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കും. അതുപോലെ റോഡ്, ആരോഗ്യ മേഖല, അത്തരം കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കും. അതുപോലെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. കാരണം തീരദേശ മേഖലയിലെ കുറെ ആളുകൾ ഇപ്പോഴും വിദ്യാഭ്യാസത്തിന് പിന്നോക്കം നയിക്കുന്നവരുണ്ട്. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാം എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതൊക്കെയാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കും. പരപ്പനങ്ങാടിയുടെ പുകഴ്ചായി തന്നെ മാറ്റിമറിക്കുന്ന പദ്ധതികളാണ് ചെയർപേഴ്സൺ സുബേദ ടീച്ചർ ഉദ്ദേശിക്കുന്നത് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. നമുക്ക് കാത്തിരിക്കാം തുടർ വികസനത്തിനായി. നന്ദി. ലിറ്റിൽ ജേർണലിസ്റ്റ്.